السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഈ ആദർശ വിശദീകരണ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ആദരണീയനായ സഹോദരൻ സി പി സലീം സാഹിബ് അവരുകളെ, നല്ലവരായ നാട്ടുകാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മതം നിർഭയത്വമാണ് എന്ന വിഷയത്തെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നോക്കിക്കാണാനാണ് ഈ സന്ദർഭത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. മതത്തെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകൾ ലോകവ്യാപകമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുകയാണ്. മതം എന്ന് പറഞ്ഞാൽ ഭീതിപ്പെടുത്തുന്ന എന്തോ ഒന്നായി മാറുകയും മതവിശ്വാസികളെ അങ്ങേയറ്റം തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശത്ത് കൂടുതൽ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്. ആയതുകൊണ്ട് ഇസ്ലാമിലെ വളരെ പ്രധാനമായ ചില വശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ നോക്കിക്കാണാൻ, കാര്യങ്ങളെ ഏറ്റവും നന്നായി പഠിക്കാൻ സന്നദ്ധരാകാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മതത്തെക്കുറിച്ച് ഭീതി തോന്നുന്നത്. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായത്തിലെ 9-10 വചനങ്ങളിലൂടെ വളരെ കാതലായി പഠിപ്പിക്കുന്ന ഒരു കാര്യം, കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് അല്ലാഹു ഗൗരവമായി ചോദിക്കുന്നുണ്ട്. അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും സമമാകുമോ എന്ന ഖുർആനിൻ്റെ ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. കാരണം അറിവ് നേടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ എല്ലാ തെറ്റായ മാർഗങ്ങളിലേക്കും നയിക്കാൻ എളുപ്പത്തിൽ സാധിക്കും. പൗരോഹിത്യം മനുഷ്യരെ ചൂഷണം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് അറിവില്ലാത്ത സമൂഹത്തെ എങ്ങോട്ടും നയിക്കാമെന്ന അവരുടെ ചിന്തയാണ് മനുഷ്യരെ അന്ധവിശ്വാസത്തിലേക്കും ശിർക്കിലേക്കും
അതുപോലെയുള്ള മറ്റുള്ള അത്യാചാരങ്ങളിലേക്കുമൊക്കെ മനുഷ്യരെ എത്തിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചോ വേദഗ്രന്ഥത്തെ സംബന്ധിച്ചോ ഒക്കെയുള്ള അറിവില്ലായ്മ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് കുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന ചോദ്യം വളരെ ഗൗരവമായി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എടുക്കേണ്ടതാണ്. മാത്രമല്ല യർഫഇല്ലാഹുൽ ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ, സൂറത്ത് മുജാദല 58-ാം അധ്യായം 11-ാമത്തെ വചനമാണ്. അവിടെ അല്ലാഹു പറയുന്നത് അറിവുള്ളവർക്ക് നാം പദവികൾ ഉയർത്തിയിരിക്കുന്നു എന്നാണ്. മുഅ്മിനുകളായ ആളുകൾക്കും പദവി ഉയർത്തിയിരിക്കുന്നു, അറിവുള്ള ആളുകൾക്കും നാം പദവി ഉയർത്തിയിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി അറിവ് എന്ന് പറയുന്നത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അറിവ് തേടി ഇറങ്ങുന്നവർക്ക് വേണ്ടി മാളത്തിലെ ഉറുമ്പുകൾ പ്രാർത്ഥിക്കുന്നു എന്നും അതുപോലെ തന്നെ സാഗരങ്ങളിലെ മത്സ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പ്രവാചക തിരുമേനി നമുക്ക് വഹീ പ്രകാരം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അറിവ് നമ്മൾ സാധാരണയായി ഇന്ത്യയിലൊക്കെയുള്ള പ്രബല മത വിഭാഗങ്ങൾ, ജനവിഭാഗങ്ങൾ, ഹൈന്ദവനായിരുന്നാലും ക്രൈസ്തവനായിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ജനിച്ച മതത്തിൽ അല്ലെങ്കിൽ ജനിച്ച കുടുംബത്തിൽ എന്തൊക്കെയാണോ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതെല്ലാം തുടർന്നു പോരുക എന്നതിൽ കവിഞ്ഞ് ഇതെത്ര കണ്ട് ശരിയാണ്, ഖുർആൻ കൊണ്ട് ഇത് എത്രമാത്രം സ്വീകാര്യമാണ്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ ഇതെത്ര സ്വീകാര്യമാണ് എന്നൊന്നും ശരിക്ക് പഠിച്ചുകൊണ്ടല്ല ആളുകൾ യഥാർത്ഥത്തിൽ ഇതൊന്നും ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ള വളരെ പ്രധാനമായ കാര്യം അറിയാനുള്ള ഒരു ശ്രമം. നമ്മളിപ്പോൾ ഇത് ശരിയല്ല അത് ശരിയാണ് എന്നൊക്കെ പറയണമെങ്കിൽ നമുക്കതിലൊരു അറിവ് വേണം. ഉസ്താദ്മാർ പറയണൊക്കെ ശരിയായിരിക്കുമെന്ന ധാരണ അത് തഖ്ലീദാണ്, നമുക്കൊരിക്കലും പാടില്ലാത്തതാണ്. ഇപ്പം ജൂതന്മാരായ ആളുകൾ, ക്രിസ്ത്യാനികൾ, അവർ വാദിച്ചിരുന്നു. ക്രിസ്ത്യാനികൾ പറഞ്ഞത് ഞങ്ങളാണ് സത്യത്തിൽ, ജൂതന്മാരൊക്കെ പിഴച്ചവരാണ് എന്നാണ്. അതുപോലെ ജൂതന്മാർ പറഞ്ഞിരുന്നു ക്രിസ്ത്യാനികളെ നിങ്ങൾ പിഴവിലാണ്, ഞങ്ങളാണ് സത്യത്തിൽ, അപ്പോൾ ക്രിസ്ത്യാനിയാകാതെ രക്ഷയില്ല എന്ന് ക്രിസ്ത്യാനികളും, അതുപോലെ ജൂതനാകാതെ രക്ഷയില്ല എന്ന് ജൂതന്മാരും വാദിച്ചു കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നൊരു കാര്യം, കുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്താണ്. നിങ്ങളാണ് ശരി എന്ന് നിങ്ങൾക്ക് പറയാം, അതിനുള്ള അവകാശം അല്ലാഹു ഓരോരുത്തർക്കും വകവെച്ചു കൊടുത്തു. പക്ഷേ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്നതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിപ്പോൾ കേരളത്തിലെ മുസ്ലിം സംഘടനകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാവരും പറയുന്നത് എന്താണ്, ഞങ്ങളതാണ് ശരി എന്നാണ്. NDF-കാർ പറയും അവർ പറയുന്നതാണ് ശരി, സോൾഡാരിറ്റിക്കാർ പറയും അവർ പറയുന്നതാണ് ശരി, EKAP സമസ്തക്കാർ പറയും അവർ പറയുന്നതാണ് ശരി, തബ്ലീഗ് ജമാഅത്ത് പറയും അവർ പറയുന്നതാണ് ശരി, മുജാഹിദുകളുടെ വ്യത്യസ്തമായ വിഭാഗങ്ങൾ പറയും ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നൊക്കെ. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ്? അതിനൊരു കൃത്യമായ മാനദണ്ഡം ആവശ്യമുണ്ട്. ആ മാനദണ്ഡത്തിലെത്തുമ്പോഴാണ് നമുക്ക് മൊത്തത്തിൽ നിർഭയത്വം ഉണ്ടാവുക. അപ്പൊ മനസ്സ് സമാധാനമാകാൻ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന ആശയമാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. അലാ അറിയുക, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കുന്നത് വഴിയാണ് മനുഷ്യന് സമാധാനം ഉണ്ടാകുക എന്ന് പറയുന്നു. അപ്പൊ എല്ലാവരും അസമാധാനത്തിന്റെ, അശാന്തിയുടെ ലോകത്തൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ സമാധാനം ലഭിക്കാൻ ആവശ്യമായ മാർഗം എന്താ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിനെ ഓർക്കുക വഴിയാണ് സമാധാനം ഉണ്ടാകുക. പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ചിന്ത. പലപ്പോഴും നമുക്ക് പടച്ചവനെ മറന്നു പോവുകയും പടപ്പുകളെ ധാരാളമായി ഓർക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. ഇപ്പം നമ്മളെവിടെ മുജാഹിദുകളുടെ ഒരു അനുഭവം, എവിടെ പ്രസംഗിച്ചാലും അവിടെയൊക്കെ ഉസ്താദുമാര് മറുപടി പറയാൻ വരുമ്പോൾ അവർ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നതായിരിക്കും, ഒന്നെങ്കിലും മൊയ്തീൻ ശൈഖിനെ കുറിച്ചായിരിക്കും പറയാ, അല്ലെങ്കിൽ മദരീങ്ങളെ കുറിച്ചായിരിക്കും പറയാ, അല്ലെ റിഫായി ശൈഖിനെ കുറിച്ചായിരിക്കും പറയാ, അല്ലെ ദർഗയിൽ മറമാടപ്പെട്ട വലിയ മഹാന്മാരായിട്ടുള്ള ആളുകളുടെ ഫലായിലുകളെ സംബന്ധിച്ചായിരിക്കും അവർ പറയാ. അള്ളാഹിനെ പറ്റി പറയാൻ പലപ്പോഴും മറന്നുപോകും. അള്ളാഹിനെ പറ്റി മുജാഹിദുകൾ പറയുമ്പോൾ ഷെയ്ഖന്മാരെ പറ്റി പറയാനാണല്ലോ
ശരിക്കും ഉസ്താദുമാർ വരാറുള്ളത്. വാശിയൊക്കെ മാറ്റിവെച്ച് ശാന്തമായി നമ്മൾ ആലോചിച്ച് നോക്ക്. ഒരു ഉസ്താദ് വന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ പടച്ചോനെ നമുക്ക് പരിചയപ്പെടുത്താനല്ല വരുന്നത്, പടപ്പുകളുടെ മഹത്വം പറയാനാണ്. ശരിയല്ലേ? ആത്മാർത്ഥമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. മൊയ്തീൻ ഷെയ്ഖിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം, പക്ഷെ അള്ളാഹുവിനെ പറ്റി നമുക്ക് എത്ര അറിയാം? അള്ളാഹുവിനെ ഒരു നേരിയ ഓർമ്മയാണ് പല ആളുകൾക്കും ഉള്ളത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. അതിന് ഞാൻ ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം പറയാം. പള്ളിയിൽ കയറി മഗ്‌രിബ് നിസ്കരിച്ചിട്ട് കരയാത്ത മുസ്ലിം ദർഗയിൽ പോയാൽ കരയുന്നുണ്ടല്ലോ. എന്താ കാരണം? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. പള്ളിയിൽ ചെന്ന് മൂക്കിലൊക്കെ കൈയിട്ട് തിരികെ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി ഒരു ഒയന്നോവർ നിസ്കാരം നിർവഹിച്ച അതേ മനുഷ്യൻ ഒരു ദർഗയിലാണ് കയറുന്നതെങ്കിൽ അവിടെ ചെന്നിട്ട് കരയുന്നുണ്ട്. അവിടെ ഭയങ്കര വിനയമാണ്. അവിടെ മൊബൈലൊക്കെ ഓഫാക്കി ആരോടും വർത്തമാനം പറയാതെ ഒരു ടവലൊക്കെ എടുത്ത് തലിന്റെ മുകളിലിട്ട് വളരെ ഭക്തി ആദരവോടെയാണ് അയാൾ ഒരു ദർഗയിൽ നിൽക്കുന്നത്. കാരണം അയാളുടെ മനസ്സിൽ സ്വാധീനിച്ച സാക്ഷാൽ പടച്ചോനാണ് ഈ നിൽക്കുന്നത്. സത്യം അങ്ങനെയാണ്. അത് നിങ്ങൾ പരിശോധിച്ചു കണ്ടു. ഞാൻ വെറുതെ പറയല്ല. ഒരു സിയാറത്ത് ടൂർ പോകുമ്പോ പള്ളി കയറി അസ്ർ നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷെ അള്ളാഹിനെ കുറിച്ച് ഒരു ഓർമ്മയും ഉണ്ട് നിസ്കാരത്തിൽ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവന്റെ മനസ്സിൽ അതിലൊക്കെ ചുണ്ടിൽ വരുന്ന വാചകമാണ്. പക്ഷെ ദർഗന്റെ കോമ്പൗണ്ടിൽ എത്തിയാൽ നിങ്ങൾ അവന്റെ മുഖത്ത് നോക്കുകൊണ്ടു അപാരമായ പേടിയും ഭവ്യതയും. സത്യമല്ലേ? നിങ്ങൾ ആലോചിച്ചു. ഇതൊരു ജനതയ്ക്ക് നേരെയുള്ള ഒരു പരാക്രമം പറയാണോ ഇത്? അവരെന്നെ ആലോചിച്ച് നോക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ലളിതമായ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ കോഴിക്കോട് നിന്ന് ഒരാൾ ബസ് കയറിയാൽ കോഴിക്കോട് ടൗൺ വിട്ടാൽ ഒരുപാട് പള്ളികളുണ്ട്. വടകര കുഞ്ഞിപ്പള്ളി എത്തുന്നവരെ ഒരുപാട് പള്ളികളുണ്ട്. അവിടൊക്കെ ഉറങ്ങിയ മുസൽമാൻ കുഞ്ഞിപ്പള്ളി എത്തുന്നതിന് മുമ്പ് ചാടി എഴുന്നേറ്റ് പോക്കറ്റിൽ നിന്ന് പൈസ ഒക്കെ എടുത്ത് കാത്തു നിൽക്കുകയാണ് കുഞ്ഞിപ്പള്ളിയിൽ എറിയാൻ. എന്തും എന്റെ മനസ്സിലുള്ളത് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചോളൂ. ബാക്കി എല്ലാ അള്ളാന്റെ പള്ളി എത്തിയപ്പോ അവൻ കേല ഒൽപ്പിച്ച് ഉറങ്ങാണ്. ബസ്സില് കേല ഒൽപ്പിച്ചിട്ട് ഉറങ്ങാണ്. അതേ മനുഷ്യൻ കുഞ്ഞിപ്പള്ളിയിലെത്തുമ്പോ എന്ത് ജുർല്? കാരണം ഓന്റെ പടച്ചോനാണ് കുഞ്ഞിപ്പള്ളിയിലുള്ളത്. സത്യമാണ് സുഹൃത്തുക്കളെ. തൊപ്പിയിട്ട ജുബ്ബ ധരിച്ച ഈ മുസൽമാന്റെ ഹൃദയത്തിൽ സൃഷ്ടികളാണ് പടച്ചോൻ. അള്ളാഹ്ക്ക് ഒരു വിലയില്ല. നിങ്ങൾ പരിശോധിച്ചോ, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ നല്ലത്. ഞാനിപ്പോ ഈ BP അങ്ങാടി കൂടെ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് യാത്ര പോകുമ്പോ മഗ്‌രിബിന് പള്ളി കാലിയാണ്. അടുത്ത പള്ളിയിൽ ആരുമില്ല. ആ പള്ളിന്റെ തൊട്ടടുത്തൊരു ദർഗ ഉണ്ട്. ആ ദർഗയിൽ തലയിൽ ടവലൊക്കെ ഇട്ട് നിന്നിട്ട് കരഞ്ഞിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താ? പള്ളിയിൽ മഗ്‌രിബ് നിസ്കരിച്ചപ്പോ ഓന് കിട്ടാത്ത ഭക്തി പടച്ചറപ്പാണ് ഓന്റെ മനസ്സിൽ ദർഗയിൽ വരുമ്പം വരുന്നത്. എന്തുകൊണ്ടാണ്? ഓന്റെ മനസ്സിലെ പടച്ചോൻ, ഓൻ പേടിക്കുന്നതും ഭയപ്പെടുന്നതും ഓനെ ഇബാദത്ത് ചെയ്യുന്നതും ഈ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൃഷ്ടിയെയാണ്. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ടാണ് ചില ദർഗകളിൽ പേർവാടി നാഗൂറൊക്കെ പോയാൽ ആ ദർഗയിലേക്ക് പ്രവേശിക്കാൻ വലിയ വാതിലില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹൈറ്റ് കുറഞ്ഞ വാതിലാണ്. എന്തിനാ ഹൈറ്റ് കുറഞ്ഞത് വെച്ചത്? കഅബത്ത് പ്രവേശിക്കാൻ വലിയ വാതില, 2 ആളെ വലുപ്പത്തിലുള്ള വാതില കഅബത്തില്. പരിശുദ്ധ കഅബത്തില് അള്ളാന്റെ ബൈത്തുള്ള എന്ന് പറഞ്ഞാൽ അവിടെ കയറാൻ എന്താണ് 2 ആളെ വലുപ്പത്തിലുള്ള വാതിലാണ്. ദർഗയിലോ ഒരു ഹാഫ് മനുഷ്യന്റെ വലുപ്പത്തിലുള്ള വാതില. അതെന്തുകൊണ്ടാ? ഷെയ്ഖിന്റെ മുമ്പിലോ തലനുയർത്തി നടക്കാൻ പാടില്ല. ഇങ്ങനെ കുളിച്ചിട്ട് ഇബാദത്ത് ചെയ്ത് ഓന്റെ മുമ്പിൽ റുക്കൂ ചെയ്തുകൊണ്ട് വേണോ കയറാൻ. അതിനാ വാതില്. മനസ്സിലായി നിങ്ങൾക്ക്? ആ വാതില് കടക്കുന്നത് തന്നെ ഇബാദത്തോടു കൂടിയാണ്. ആ വാതില് കടക്കുമ്പോൾ തന്നെ മുശ്രിക്കായി. ആ വാതില് കടക്കുമ്പോൾ തന്നെ മുശ്രിക്കായി. പിന്നെ വേറെ അവിടുത്തെ ഷെയ്ഖിനെ വിളിക്കണ്ട. ആ വാതിൽ അങ്ങനെ കുനിഞ്ഞു കടന്നാ മതി. ഓൻ കുനിഞ്ഞു കിടക്കണ എന്തിനാണ്? ഷെയ്ഖിന്റെ മുമ്പിൽ തല ഉയർത്താൻ പാടില്ല, ഭവ്യതയോടുകൂടി. ആ കുനിയലുണ്ടല്ലോ, ഓൻ വേറൊന്നും പറയണ്ട. ഷെയ്ഖെ എന്ന് വിളിക്കണ്ട, മമ്പ്രതങ്ങളെ. ആ കുനിഞ്ഞാ മതി ഓ മുശ്രിക്കാകാൻ. ഓൻ ആ വാതിലിന് മുമ്പിൽ കുനിഞ്ഞാ മതി. അപ്പോൾ ഇസ്ലാം എന്ന് പുറത്തു. എന്താ കാരണം? ആ കുനിച്ചില് ഇബാദത്താണ്. ആർക്കുള്ള ഇബാദത്താണ്? ദർഗയിലുള്ള ഇബാദത്താണ്. ആ ദർഗയിലെ ഷെയ്ഖിന്റെ മുമ്പിൽ നൂറിന് നിന്ന് കടക്കാൻ പാടില്ല. അവിടെ തല കുനിച്ചോളണം. നമ്മളൊക്കെ പഠിച്ച എന്താ? സുജൂദ് അള്ളാഹ്ക്ക് മാത്രം എന്നാ. ഇവിടെ റുക്കൂവും സുജൂദും ഈ ദർഗയിൽ നടക്കുന്നുണ്ട്. രണ്ടും അവർക്കുള്ളതാണ്. ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല സുഹൃത്തുക്കളെ. നമ്മളൊക്കെ മരിച്ചു പോകും. ഇന്നില്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിച്ചു പോകും. ആ മരണത്തിന് ശേഷം പടച്ചോന്റെ കോടതിയിൽ നമ്മളെല്ലാവരും ചെന്നു നിൽക്കും. ആരും ഒരു കാര്യം കൂടെ മനസ്സിലാക്കി, ഈ തളിപ്പറമ്പിലുള്ളവരൊക്കെ ഒന്നിച്ചാ നിൽക്കാം മഹ്ശറയിൽ. അങ്ങനെ മനസ്സിലാക്കണം. ഈ പള്ളിയിലെ ഇമാമും ഈ പള്ളിയിലെ പ്രസിഡന്റും ഈ പള്ളിയിൽ വരുന്നവരൊക്കെ ഒരു സ്ഥലത്താണ് ഉണ്ടാകുക. പരസ്പരം എല്ലാരും കാണും. കിണ്ടപ്പനെ കാണാം, അമ്മനെ കാണാം. നമ്മൾ വിചാരിക്കണ്ട, അമേരിക്കക്കാരുടെ ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി അള്ളാഹ് നിർത്തൂല. കോഴിക്കോട്ടുകാരുടെ കൂടെ പോലും നിങ്ങളെ തളിപ്പറമ്പുകാരെ അള്ളാഹ് നിർത്തൂല. തളിപ്പറമ്പ് എല്ലാവർക്കും ഓരോ
സോൺ ഉണ്ടാവും പരലോകത്ത്. ഇത് ഞാൻ വെറുതെ പറയല്ല, പ്രമാണത്തിൽ നിന്നുകൊണ്ടാ പറയുന്നത്. എല്ലാവർക്കും ഓരോ സോൺ ഉണ്ടാവും. ആ സോണിലാണ് എല്ലാവരും നിൽക്കുക. ആ എല്ലാവരുടെയും ബൗണ്ടറിക്കുള്ളിലാണ് നിൽക്കുക. അള്ളാഹ് പറയാണ് യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി. അവർ പരസ്പരം കാണിക്കപ്പെടുന്ന ആര്? ബാപ്പാക്ക് മോനെ കാണാ, മോനെ ബാപ്പാനെ കാണാ, എല്ലാവരും അടുത്തടുത്തുണ്ടാവും. അയൽവാസിയായ സുരേന്ദ്രനും മാധവനും ഒക്കെ എല്ലാവരും ഉണ്ടാവും. എന്നിട്ട് വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് ഫംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും മാറ്റിർത്തി കുറ്റവാളികളെ വേറെയും നല്ലോലെ വേറെയും ഒക്കെ വേർതിരിക്കും. അപ്പൊ എല്ലാരും തമ്മിൽ കാണും. അവിടെ ഞാൻ പറയുന്നത്, നമ്മളെല്ലാം ഈ ലോകത്തു നിന്ന് യാത്ര പറയും, ഉറപ്പാണ്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തുമൂത്. എവിടെ വെച്ചാ ഞങ്ങൾ മരിക്കുക, നാളെ എന്താ സംഭവിക്കുക? സൂറത്തുൽ ഖുമാനിലെ 34-ാമത്തെ വചന ഒരാൾക്കും പറയാനാവില്ല, ഒരു മനുഷ്യനും അത് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ മരിച്ചു പിരിയുന്നതിന് മുമ്പായി നമ്മുടെ വിശ്വാസം ശരിയാകണം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. മൊഹിദ്ദീൻ മാല മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ നായം കൊടുക്കുമേന്ന്. വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ മൊഹിദ്ദീൻ മാല ചെല്ലിയാല് സ്വർഗത്തിൽ മണിമേടം കിട്ടുന്നതാണ്. സത്യല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? മൊഹിദ്ദീൻ മാല വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ചെല്ലിയാല് സ്വർഗത്തിൽ മണിമേടം കിട്ടുന്നു. അതാരാ പറഞ്ഞേ? അല്ലാഹ് പറഞ്ഞതാ? അല്ല. റസൂല് പറഞ്ഞതാ? അല്ല. റസൂല് വഫാത്തായതിനു ശേഷം 9 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് മൊഹിദ്ദീൻ മാല ഉണ്ടായത്. ആ മൊഹിദ്ദീൻ മാല ചെല്ലിയാൽ സ്വർഗത്തിൽ മണിമേടം കിട്ടുന്ന ആരേ പറഞ്ഞത്? നോക്കൂ സുഹൃത്തുക്കളെ, തളിപ്പറമ്പിൽ എന്റെ പ്രസംഗം കേൾക്കുന്നവരെ, സഹോദരന്മാരെ, ഒന്ന് ആലോചിച്ചോക്കെ. 9 നൂറ്റാണ്ട്, ഹിജ്റ 9-ാം നൂറ്റാണ്ടിലാണ് മൊഹിദ്ദീൻ മാല ഉണ്ടായത്. ആ മൊഹിദ്ദീൻ മാല ചെല്ലിയാൽ സ്വർഗത്തിൽ മണിമേടം കിട്ടുന്ന ആര് പറയണം? അല്ലാഹ് പറയണ്ടേ? റസൂല് പറയണ്ടേ? എങ്കിൽ 9-ാം നൂറ്റാണ്ടിൽ ആർക്കേ വഹി ഉണ്ടായത്? നല്ലോണം ആലോചിച്ച് നോക്കി. 9-ാം നൂറ്റാണ്ടിൽ ആർക്കാ വഹി ഉണ്ടായത്? മൊഹിദ്ദീൻ മാല ചെല്ലിയ സ്വർഗം കിട്ടും. ബുർദ ബൂസീരി നിബന്ധനയോടുകൂടി ചെല്ലിയാൽ ഈമാൻ കിട്ടി മരിക്കുന്നാണ് വേറൊരു സഖാഫി എഴുതിയത്. അബ്ദുൽ മജീദ് സഖാഫി പുളിയങ്കോട് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ എന്താണ്? ബുർദ ബൂസീരി നിബന്ധനയോടുകൂടി വെള്ളിയാഴ്ച രാവിലെ ചെല്ലിയാൽ ഓന് ഈമാൻ കിട്ടി മരിക്കുന്നു. അത് അയാളോട് ആരേ പറഞ്ഞത്? 7-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ബുർദ ചെല്ലിയാൽ, നിബന്ധനയോടുകൂടി ചെല്ലിയാൽ ഈമാനോടുകൂടിയാണോ മരിക്കുക എന്നുള്ള അക്കാര്യം അതാരാ പറഞ്ഞത്? റസൂലാ പറഞ്ഞത്? അല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത്? അല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞത്? അല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞത്? അല്ല. അവരാരും പഠിപ്പിച്ചല്ല. പിന്നെ ആരെ അത് പറഞ്ഞു? സഖാഫി പറഞ്ഞു. എന്തിന്റെ പേരിൽ പറഞ്ഞു? പ്രമാണമില്ലാതെ പറഞ്ഞു. നമ്മൾ അതൊക്കെ വിശ്വസിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. അല്ലാഹ് പറഞ്ഞാൽ അത് കേൾക്കാനുള്ളൊരു സന്മനസ്. ഇത് അള്ളയാണ് പറയുന്നത്, ഇത് അബ്ദുള്ളയല്ല, അള്ളയാണ് പറയുന്നത് എന്നൊരു ബോധത്തിലേക്ക് എന്തുകൊണ്ടാണ് മുസൽമാനെ നമ്മൾ എത്താത്തത്? ഖൈറുൽ കലാമി കലാമുല്ലാഹ്, കലാമുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ കലാം അത് അള്ളാന്റെ. നമുക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടെ? അവിടെയാണ് നമ്മൾ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിനോടും തിരുസുന്നത്തിനോടും നമ്മൾ കൂറു പുലർത്താത്തത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ചേ. അള്ളാന്റെ ഗ്രന്ഥത്തെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ എന്താ? യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 57-58 വചനങ്ങളിൽ പറയാണ്, മാനവകുലത്തിന് മുഴുവനുമുള്ള സതുപദേശമാണ് ഈ വിശുദ്ധ ഖുർആൻ. മനുഷ്യരാശിക്ക് ആകമാനമുള്ള സതുപദേശം അതാണ് ഖുർആൻ. അവർക്കുള്ള റഹ്മത്താണ് ഖുർആൻ. അതെ, അതുകൊണ്ട് അല്ലാഹ് പറയാണ് ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ സമ്പാദിക്കുന്ന ഏത് സമ്പാദ്യത്തെക്കാളും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് ഖുർആനിന്റെ പഠനമാണ്. നമ്മളെല്ലാവരും ഇപ്പൊ തത്വത്തിൽ ഏറെക്കുറെ എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണെന്ത്? ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുമ്പോ അല്ലാഹ് പറഞ്ഞൊരു കാര്യം എന്താ അറിയും? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. കണ്ടോ? ഖുർആൻ മാനവരാശിക്ക് മാർഗദർശനമാണ്. വിശ്വാസരംഗത്തേക്കുള്ള മാർഗദർശനം, ചിന്താരംഗത്തേക്കുള്ള മാർഗദർശനം, കർമ്മരംഗത്തേക്കുള്ള മാർഗദർശനം, ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കുമുള്ള മാർഗദർശനമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലെ ഒരു വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതൊക്കെ നിങ്ങൾ എടുത്തു നോക്കണം. ഈ മുജാഹിദുകളുടെ പ്രസംഗത്തിന്റെ ഒരു ഗുണം
നിങ്ങൾക്ക് അധ്യായ നമ്പറും ആയത്ത് നമ്പറും ഒക്കെ ഒരു പരിധി വരെ കിട്ടും. നിങ്ങൾക്ക് അന്നറിയോ, അത് കിട്ടുമ്പോൾ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നിങ്ങളുടെ കയ്യിലെ ഖുർആൻ എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഞാൻ ഇന്നലെ മെനയാന്ന് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, പക്ഷെ ഞാൻ നിങ്ങളെ ഒരുപാട് ചീത്ത പറഞ്ഞ ആളാണ്. വാട്സപ്പിലൊക്കെ ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞതിന് ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്താണ് ഞാൻ ദേവാസമിതിയുടെ പ്രവർത്തനമൊക്കെ ശ്രദ്ധിച്ച്, ഞാൻ ഇപ്പൊ സെൽഫിയാണ്, മുജാഹിദാണ്. പക്ഷെ അതിന് എനിക്ക് ഏറ്റവും വലിയ സഹായകമായത് നിങ്ങൾ ആയത്ത് നമ്പറും അധ്യായ നമ്പറും പറഞ്ഞതാണ് എനിക്ക് ഹിദായത്തിന് കാരണം. അതുകൊണ്ട് മരിക്കുന്നത് വരെ ആയത്ത് നമ്പറും അധ്യായ നമ്പറും പറയുന്ന നിങ്ങൾ മുടക്കരുത്. ഒരുപാട് ആളുകൾ അതിന്റെ പേരിൽ ഇസ്ലാമായത് എനിക്കറിയാം എന്നാണ് അവർ പറയുന്നത്. ഞാൻ നിങ്ങളോടും പറയുന്നത്, വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായത്തിലെ സൂറത്ത് അംബിയായിലെ 73-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണെന്നറിയോ, വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. നിങ്ങൾ നോക്ക്, ഖുർആന്റെ വചനമാണ് പറയുന്നത്. ഇവിടെ കുറെ ക്ലിപ്പിംഗ് ഇട്ട് അവിടെ ചിരിപ്പിച്ച് ഇവിടെ ചിരിപ്പിച്ച് അപ്പുറം കട്ട് ചെയ്ത് ഇപ്പുറം കട്ട് ചെയ്ത് നൗഷാദ് ഹസനിയൊക്കെ പ്രസംഗിക്കുന്ന പോലുള്ള ഒരു പ്രസംഗമല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ അങ്ങനെ കാണുകയും ചെയ്യരുത്. നിങ്ങൾ രാത്രി ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചാൽ മതി. സത്യം, നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരണമെന്നൊന്നും ഞങ്ങൾ പറയില്ല. ഇതിന്റെ മെമ്പർഷിപ്പ് എടുത്ത് ഇതിന്റെ ഉള്ളിൽ വന്നാലേ സ്വർഗം കിട്ടും. നിങ്ങൾ എത്ര ദൂരത്തുനിന്ന് കേട്ടാലും പടച്ചോനെ ഈ കേൾക്കുന്നതിൽ കാര്യമുണ്ടല്ലോ, പടച്ചോനെ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. എന്താ സൂറത്ത് അംബിയായിലെ 73-ൽ അല്ലാഹ് പറയണെന്നറിയോ, വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. നമ്മുടെ കൽപ്പന പ്രകാരം നാം തെരഞ്ഞെടുത്തയച്ച റോൾ മോഡലുകളാണ് ആര്? അംബിയാക്കൾ, പ്രവാചകന്മാർ. അംബിയ എന്ന അധ്യായത്തിലാണ് ഇത് പറയുന്നത്. 21-ാം അധ്യായം സൂറത്ത് അംബിയ ആണ്. ആ അധ്യായത്തിലെ 73-ാമത്തെ വചനത്തിൽ പറയുന്നത്, നമ്മുടെ കൽപ്പന പ്രകാരം നാം തെരഞ്ഞെടുത്തയച്ച ഈ പ്രവാചകന്മാർ എന്താണ് പുണ്യം എന്ന് അവർ നിങ്ങളോട് സ്വയം പറയുകയല്ല. ഒരു കാര്യം നല്ലതാണ്, ഒരു കാര്യം ചീത്തയാണ് എന്ന് അവർ പറയുകയല്ല. പുണ്യകരമായ കാര്യം എന്താണ് എന്ന് നാം ആ പ്രവാചകന്മാർക്ക് ദിവ്യബോധനം നൽകുകയാണ് ഉണ്ടായത്. ഒന്ന് നിങ്ങൾ ആ വാചകത്തെ ശാന്തമായി ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഖുർആനിലെ നോക്കൂ, മുജാഹിദുകൾക്ക് സ്വന്തം അവകാശപ്പെട്ട ഒരു ഗ്രന്ഥമാണോ ഖുർആൻ? അല്ലല്ലോ, മാനവരാശിക്ക് ആകമാനമുള്ളൊരു ഗ്രന്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഒരു ഗ്രന്ഥം. അവസാനം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് എന്നല്ല പറഞ്ഞില്ലേ? ആ ഒരു ആയത്ത് എന്താ പറയുന്നത്? അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസം ഉണ്ട് ചങ്ങായിമാരെ, അതിന് ഓർത്തിട്ട് നിങ്ങൾ ജീവിച്ചോളി എന്നാണ് ഖുർആനിലെ അവസാനത്തെ ആയത്ത്. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാനമായി കൊണ്ടു കൊടുത്ത ആയത്ത് 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 281-ാമത്തെ വചനം. ആ വചനത്തിൽ എന്താ പറയുന്നത്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ ഓർത്തോളി മനുഷ്യന്മാരെ. നിങ്ങളെ പ്രവർത്തനമൊക്കെ പടച്ചോന്റെ മുമ്പിൽ. അവിടെ എന്ത് സെൽഫി, അവിടെ എന്ത് വഹാബി, അവിടെ എന്ത് സുന്നി സമസ്ത, അവിടെ അള്ളാന്റെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ച യഥാർത്ഥ സെലഫിയത്ത് കാത്തു സൂക്ഷിച്ചവർക്കേ രക്ഷുള്ളൂ. സെലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പാർട്ടി എന്നല്ല. പിന്നെ അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിന് പകർന്നു കൊടുത്ത മതത്തിനെ അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്ന രീതിശാസ്ത്രത്തെ നമ്മൾ സെലഫിയ എന്ന് വിളിക്കുന്നു. സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായി ഒരു ലക്ഷ്യവും പടച്ചിറപ്പാണ്. നിങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇലക്ഷനിൽ മത്സരിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഒരു പ്രസംഗം നടത്തിയാൽ ചിലപ്പോൾ നാളെ വോട്ട് ചോദിക്കാനാണ് എന്നെങ്കിലും നിങ്ങൾക്ക് വിചാരിക്കാം. ഇവിടുത്തെ SDPI പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് അതൊരു വോട്ട് ചോദിക്കാനാണ് നിങ്ങൾക്ക് വിചാരിക്കുക. അല്ലെങ്കിൽ ഇവിടുത്തെ വേറെ ഏത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു പ്രസംഗം നടത്തിയാൽ നാളെ വരും നമ്മുടെ ഇലക്ഷനിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണേന്ന് ഞങ്ങൾ പ്രസംഗിച്ചാൽ എന്താ നിങ്ങളോട് പറയാനുള്ളത്? എന്നല്ലാതെ ഞങ്ങൾ ഇന്നലെ കടമേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രച്ചവനെ അപാരമായ ജനപിന്തുണയുള്ള ഒരു മഹാസമ്മേളനം. ഒരു വ്യക്തിയെയും ഞങ്ങൾ വിമർശിച്ചിട്ടില്ല, ഒന്നുമില്ല. എന്നിട്ട് അവിടെ കുഴപ്പമുണ്ടായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം എന്താണ്? സത്യത്തിൽ കുഴപ്പമുണ്ടാകണം എന്നറിയോ? എവിടെ പരാജയപ്പെടുന്നു അവരാണ് കുഴപ്പത്തിന് തുടക്കം കുറിക്കുക. ആശയപരമായി നേരിടാൻ കെൽപ്പുള്ള ഒരാളും പ്രകോപിതനാവോ? കാന്തൂർ AP അബൂബക്കർ മുസ്ലിയാർ എഴുതിയ ഒരു പുസ്തകം ഉണ്ട് എൻ്റെ കയ്യിൽ. ഇസ്ലാമിലെ ആത്മീയത എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ ലോക സമാധാനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ അദ്ദേഹം പറയാണ്, നാം പ്രകോപിതരാവുക എന്ന് പറഞ്ഞാൽ നാം പരാജയപ്പെടുക എന്നാണ് അർത്ഥം. നാം ഒരു സമൂഹത്തിനെ അവരുടെ ആദർശം അടിച്ചേൽപ്പിച്ച് നമ്മളവിടെ പ്രകോപിതരാകുക എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒരു ആദർശവും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നാം പ്രകോപിതരാവാതിരിക്കുക എന്ന കലയിലാണ് നാം മുന്നേറേണ്ടത്. കേരളത്തിൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കാന്തൂർ ഉസ്താദിന്റെ ടീമിനാണ് തീരെ എന്തില്ലാത്ത മുസ്ലിം ഉമ്മത്തിൽ ക്ഷമയില്ലാത്ത. ഇത് ഞാൻ വെറുതെ പറയല്ല.
കാന്തോൾ ഉസ്താദ് പറയുന്നത് നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത്, ഓരോരുത്തർക്ക് പറയാനുള്ളത് കേൾക്കുക വേണ്ടത്. നമ്മൾ കൂക്കി ബഹളുണ്ടാക്കിയ അതിന്റെ അർത്ഥം നമ്മുടെ കയ്യിൽ ഒരു ആദർശവും ഇല്ല എന്നാണ്. ആ പുസ്തകം ഞാൻ ഇന്നലെ എടുത്ത് അവിടെ എന്റെ കയ്യിൽ വെച്ചു. ആ സ്ഥലത്ത് ഞാൻ പറയുന്നത് നമ്മൾ സുന്നി മുജാഹിദ് ഒന്നും പറയല്ല. നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആയത്ത് പറഞ്ഞുതരാം. മഗ്‌രിബ് ആകുന്നത് വരെ ഞാൻ വിശുദ്ധ ഖുർആനിൽ കുറച്ച് ആയത്തും ഹദീസും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങൾ കേട്ടോളി. കേട്ടിട്ട് നിങ്ങൾ സ്വതന്ത്രമായി, നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണല്ലോ അല്ലേ, അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒറ്റക്ക് യൗമൽ ഖിയാമത്തി ഫർദാന്ന, ഒറ്റക്കാണ് നിങ്ങൾ അവിടെ വരിക. ചേലാകർമ്മം ചെയ്യാത്തവരായിട്ട്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്, വസ്ത്രം ധരിക്കാത്തവരായിട്ട് ആദമിന്റെ ആ മക്കളെല്ലാം ആ മഹ്ശറയിൽ വരും. അവിടെ ഇന്നഹും യറൗനഹു ബഗീദ വനറാഹു ഖരീബ, ഖിയാമത്ത് നാൾ വിദൂരമാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ വേണ്ട മനുഷ്യരെ, ഖിയാമത്ത് നാൾ നിങ്ങളുടെ സമീപത്തുണ്ട്. കല്ലാ ഇന്നഹാ ലളാ നസാഅതൽ ലിശ്ശവാ, ആ നരകം അങ്ങനെയല്ല, അത് ഭയചകിതമായ വേദനാജനകമായ അഗ്നിജ്വാലയാണ്, തലയോട്ട് ഉരിച്ചു കളയുന്ന തീജ്വാലയാണ് എന്നാ പറയുന്നത്. തലച്ചോറ് ഉരുക്കി കളയുന്ന തീജ്വാലയാണ്. ആ നരകത്തിൽ എത്തിപ്പെടാതിരിക്കാനാ പറയുന്നത്. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കൾ കാണിച്ച വഴിയാണോ നമ്മുടെ വഴി? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കാണാം അല്ലേ, തൊപ്പിയൊക്കെ ഇട്ട് ഉസ്താദിന്റെ കൂട്ടത്തിൽ. അല്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു സഖാഫിനെ കണ്ടിട്ടുണ്ടോ? നല്ലോണം ചിന്തിക്കണേ, നല്ലോണം ആലോചിക്കണേ. ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു സഖാഫിനെ നിങ്ങൾ ഇന്ന് വരെ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്ന് പറയാനും പ്രസംഗിക്കുന്ന ഒരു മൊയ്ലിയാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ നല്ലോണം ചിന്തിക്കണം, അതിന്റെ അപ്പുറപ്പുറം കേൾക്കുകയും വേണം. ഈ വാചകം മാത്രം കേട്ടാ പോരാ. ഈസാ നബിയെ കാക്കണേ എന്നൊരു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ ഈസാ നബി ക്രിസ്ത്യാനിയുള്ള ആള്. മറിയം ബീവിയെ രക്ഷിക്കണേ എന്ന് പറയുന്നത്, മുനമ്പത്ത് ബീവിയെ രക്ഷിക്കണേ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭീമ ഉമ്മിച്ച കാത്തോളണേ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. മറിയം ബീവിയെ രക്ഷിക്കണേ, ആസിയ ബീവിയെ രക്ഷിക്കണേ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെന്തേ? മറിയം ബീവി മോശമായിട്ടാ? മുനമ്പത്ത് ബീവിനേക്കാൾ മോശമായിട്ടാ? അല്ല. മുനമ്പത്ത് ബീവിന്റെ പേര് ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. ചരിത്ര ഗ്രന്ഥത്തിലുണ്ടോ? ഇല്ല. എവിടെയില്ല. മുസ്ലിം സഹോദരി ആയിരുന്നു എന്ന് പോലും രേഖയുണ്ടോ? ഇല്ല. ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല, ഒരു രേഖയില്ല. എല്ലാവർക്കും അറിയാലോ. ഊരും പേരറിയില്ല, മശൂറും കുറവല്ല, ബഹുമാനർ പീറന്നുള്ള നാട് അത്, വെളിയങ്കോടും മർക്കാളി കുഞ്ഞി മരക്കാർ ഷഹീദോരും ബഹുമാനരൊക്കെ പെറ്റ നാട്. ഊരും പേരും അറിയില്ല. നേരെ മറിച്ച് മറിയം ബീവി എന്ന് 34 സ്ഥലത്ത് ഖുർആൻ പറയാൻ. ഖുർആനിൽ ഒറ്റ ബീവിന്റെ പേരാള് മറിയം ബീവി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 34 സ്ഥലത്ത് ഖുർആൻ പേരെടുത്ത് പറയാണ് മറിയമിന്റെ പേര്. മാത്രമല്ല, ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 42-ാമത്തെ വചനത്ത് പറയണെന്നറിയോ? ഇന്നല്ലാഹ ഇസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോക സ്ത്രീകളിൽ ഏറ്റവും ഉത്തമമായ സ്ഥാനം മറിയം ബീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. എന്നിട്ടും ആ മറിയം ബീവിയെ എന്താണ് തളിപ്പറമ്പിലെ EKAP സുന്നികൾ വിളിക്കാത്തത്? അത് ക്രിസ്ത്യാനികളെ പടച്ചവനാന്നുള്ളൊരു ധാരണ അല്ലേ? സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു, ഒരു ക്രിസ്ത്യാനി വന്നിട്ട് നമ്മളോട് ചോദിക്കാന്ന് വിചാരിക്കുക, എന്ത് എടോ ബഷീറെ, ജോർജ് ആയ എന്നെ പറ്റി ജി ഫാത്തിഹയിൽ പറയുന്നത് എന്താ? ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ എന്നല്ലേ പറയുന്നത്? കോപിക്കപ്പെട്ട ജൂതന്മാരുടെയോ വഴിവേച്ച ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലോ പെടുത്തരുത് എന്നാണ് നമ്മൾ അസർ നിസ്കരിച്ചപ്പോ പറഞ്ഞത്. ഇനി മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? EKAP, NDF, ഏത് മുസ്ലിമും പറയുന്നത് എന്താണ്? പടച്ചോനെ, കോപിക്കപ്പെട്ട ജൂതന്മാരെ കൂട്ടത്തിൽ പെടുത്തരുത്, വലദ്ദാലിൻ വഴിവേച്ച ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ പെടുത്തരുത് എന്നല്ലേ ബഷീറെ ഈ പറഞ്ഞ്? ആ പറഞ്ഞ ക്രിസ്ത്യാനി ഞാനല്ലേ? ആ ജോർജ് ആയ ഞാനല്ലേ എന്ന് ചോദിക്കുകയാണ് ബഷീറിനോട്. അല്ലെ ഒരു സഖാഫിനെ പിടിച്ചേച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല ഉസ്താദെ, ഞാൻ ഈ ജോർജ് എന്നെ പറ്റിയില്ലേ നിങ്ങളിപ്പോ മഗ്‌രിബിന് ഗൈറിൽ മഗ്‌ലൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറഞ്ഞ്? അതെ, ഞാൻ അഡ്രസ്സുള്ള ഈസാ നബീനെയാണ് വിളിക്കുന്നത്, അഡ്രസ്സുള്ള മറിയം ബീവിനെയാണ് വിളിക്കുന്നത്. ഏത് അഡ്രസ് ഉള്ളോ നിങ്ങൾ വിളിക്കുന്നത് ഉസ്താദെ? മുനമ്പത്ത് ബീവിക്ക് എന്ത് അഡ്രസ്സാ ഉള്ളത് എന്ന് വെച്ചാൽ മൊയ്ലിയാർ കുടുങ്ങിപ്പോവില്ലേ? എന്നിട്ട് ജോർജ് ചോദിക്കുകയാണ്, അല്ല 34 സ്ഥലത്ത് ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ബീവിയാണ് മറിയം ബീവി. 19-ാമത്തെ അധ്യായത്തിന്റെ പേര് എന്റെ ഖുർആനിൽ മറിയം എന്നാണ്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 42-ാമത്തെ വചനത്തിൽ മറിയം ബീവി ഏറ്റവും ശ്രേഷ്ഠയാണെന്ന് പറയുന്നു. ആ മുന്തിയ ബീവിയെ വിളിക്കുന്ന ഞാൻ വഴിവെച്ച് നരകത്തിൽ എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു ഊരും പേരും അറിയാത്ത മുനമ്പത്ത് ബീവിനെ വിളിക്കണം നിങ്ങൾ സ്വർഗത്തിലും. അവിടെ നമ്മളെ രണ്ടു കൂട്ടരെയും വിചാരണ ചെയ്യുന്ന പടച്ചോൻ അന്ധനല്ലേ? അനീതി കാണിക്കുന്ന ആളാണല്ലേ? കാരണം എന്താ? അള്ള 34 സ്ഥലത്ത് പറഞ്ഞ മഹദിയാണ് ഞാൻ വിളിക്കുന്നത്. മാത്രമല്ല, മാലാഖമാർ വരെ വന്നിട്ട് അവരോട്, അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മളോട് പറയാം.
അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ച രംഗങ്ങളൊക്കെ നമ്മൾ ഖുർആനിൽ കാണാൻ. മാത്രമല്ല മെഹ്റാബില് സക്കരിയ നബി വരുമ്പൊക്കെ കറാമത്ത്, ആ അദൃശ്യ ലോകത്തു നിന്ന് ഭൗതിക ലോകത്തു നിന്ന് ഇടപെട്ടിട്ട് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് പടച്ചോൻ. ഇതൊക്കെ